നമസ്കാരം. വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വന്ന ഒഴിവുകൾ കൂടാതെ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പുതിയ നിയമനം സംബന്ധിച്ച വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. സൗജന്യമായി അപേക്ഷ നൽകാം. യോഗ്യത, പ്രായപരിധി, തിരഞ്ഞെടുപ്പ് രീതി, അപേക്ഷിക്കേണ്ട വിധം, അവസാന തീയതി എന്നിവ ഈ വീഡിയോയിൽ ചുരുക്കമായി അറിയാം. അതിനാൽ വീഡിയോ മുഴുവൻ കാണുക. ഇത്തരം ഏറ്റവും പുതിയ സർക്കാർ സ്വകാര്യ തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ബാങ്കിംഗ് മേഖലയിൽ മികച്ച കരിയർ കെട്ടിപ്പടുക്കാൻ സുവർണ അവസരവുമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് എത്തിയിരിക്കുന്നു. ബാങ്കിന്റെ സ്കെയിൽ 1 കേഡറിലുള്ള പ്രൊഫഷണറി ഓഫീസർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന മിടുക്കരായവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മറ്റ് മാർഗങ്ങളിലൂടെ അയക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. പ്രായപരിധിയും ഇളവുകളും 2026 ജൂൺ 30 കണക്ക് പ്രകാരം അപേക്ഷകരുടെ പ്രായം 30 വയസ്സിൽ കവിയാൻ പാടില്ല. അതേസമയം സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംവരണ വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്. SC/ST വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ 5 വർഷവും ഇളവ് ലഭിക്കുന്നതിനായി നിയമന നടപടികളുടെ ഭാഗമായി അംഗീകൃത അധികാരിയിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉദ്യോഗാർത്ഥികൾ സമർപ്പിക്കേണ്ടതാണ്. ശമ്പളവും ആനുകൂല്യങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ബാങ്ക് സ്കെയിൽ 1 കേഡറിലാണ് നിയമിക്കുന്നത്. IBA അംഗീകരിച്ച സ്കെയിൽ 1 ഓഫീസർമാർക്ക് ബാധകമായ മികച്ച ശമ്പള ഘടനയായിരിക്കും ഇവർക്ക് ലഭിക്കുക. അടിസ്ഥാന ശമ്പളത്തിന് പുറമെ ക്ഷമാബദ്, വീട്ടുവാടക അലവൻസ്, HRA, പ്രത്യേക അലവൻസുകൾ, പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ആകർഷകമായ ഇൻസെൻറ്റീവുകൾ എന്നിവ ലഭിക്കും. സേവന കരാർ. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും സജീവ സേവനം ബാങ്കിൽ അനുഷ്ഠിക്കണമെന്ന് ഉറപ്പു നൽകുന്ന സേവന കരാറിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. ഈ കാലാവധി പൂർത്തിയാക്കിയതിന് മുമ്പ് ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ റിക്രൂട്ട്മെന്റ്, പരിശീലന ചെലവുകൾ എന്നിവയ്ക്കും ബാങ്കിനുണ്ടായ അവസര നഷ്ടത്തിനുമുള്ള നഷ്ടപരിഹാരമായി 1,50,000 രൂപ പിഴയായി അടയ്ക്കേണ്ടി വരും. തിരഞ്ഞെടുപ്പ് പ്രക്രിയ. ഈ റിക്രൂട്ട്മെന്റിനായി യാതൊരു അപേക്ഷാ ഫീസും ഈടാക്കുന്നതല്ല. 1. ഷോർട്ട് ലിസ്റ്റിംഗ്. ലഭിക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രാരംഭഘട്ട ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കും. 2. ഗ്രൂപ്പ് ചർച്ച. 3. വ്യക്തിഗത അഭിമുഖം. യോഗ്യത ഉണ്ടെന്നുകൊണ്ട് മാത്രം എല്ലാ ഉദ്യോഗാർത്ഥികളെയും അഭിമുഖത്തിന് വിളിക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ലഭിക്കുന്ന അപേക്ഷകളുടെ എണ്ണം പരിഗണിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മാറ്റം വരുത്താനും പങ്കെടുക്കേണ്ടവരെ എണ്ണം തീരുമാനിക്കാനുമുള്ള പൂർണ്ണ അധികാരം ബാങ്ക് മാനേജ്മെന്റിൽ നിക്ഷിപ്തമാണ്. ഇക്കാര്യത്തിൽ ബാങ്കിന്റെ തീരുമാനം തന്നെയായിരിക്കും അന്തിമം. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട പ്രധാന രേഖകൾ: പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സമീപകാലത്തെടുത്ത കളർ ഫോട്ടോ, വെള്ള പശ്ചാത്തലം, റെസൊല്യൂഷൻ 378x437 പിക്സൽ, ഫയൽ സൈസ് 50 KB കുറവ്, തൊപ്പിയോ കറുത്ത കണ്ണടയോ ധരിച്ച ഫോട്ടോകൾ സ്വീകരിക്കുന്നതല്ല. ഒപ്പ്: വെള്ള പേപ്പറിൽ കറുത്ത മഷിയിൽ ഒപ്പിട്ടത്, റെസൊല്യൂഷൻ 140x110 പിക്സൽ, ഫയൽ സൈസ് 50 KB കുറവ്. റെസ്യൂം: PDF ഫോർമാറ്റുള്ള റെസ്യൂം, ഫയൽ സൈസ് 1 MB കൂടരുത്. വ്യക്തിഗത വിവരങ്ങൾ: ഉദ്യോഗാർത്ഥിയുടെ സ്വന്തം പേരിലുള്ളതും നിലവിലുള്ളതും സജീവമായ ഇമെയിൽ ID യും മൊബൈൽ നമ്പറും നിർബന്ധമായി നൽകണം. ജാതി സർട്ടിഫിക്കറ്റ്. പ്രായപരിധിയിൽ ഇളവ് തേടുന്ന SC/ST വിഭാഗക്കാർ അംഗീകൃത അധികാരിയുടെ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ബാങ്കിംഗ് മേഖലയിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്ന യോഗ്യരായ ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾക്ക് അവസാന നിമിഷങ്ങളിലെ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാനായി എത്രയും പെട്ടെന്ന് തന്നെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. തസ്തിക: പ്രൊഫഷണറി ഓഫീസർ, സ്കെയിൽ 1 കേഡർ, സ്ഥാപനം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്. അടിസ്ഥാന യോഗ്യത: ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA പാസ്സായിരിക്കണം. പൗരത്വം: അപേക്ഷകർ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അവസാന തീയതി ജൂലൈ 29. അപേക്ഷാ ഫീസ് ബാധകമല്ല. സൗജന്യമായി അപേക്ഷിക്കാം. ഔദ്യോഗിക വെബ്സൈറ്റ് southindianbank.bank.in. 2. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSI എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. ആകെ 20 ഒഴിവുകളാണുള്ളത്. ചെന്നൈയിൽ അടക്കമുള്ള വിവിധ ഓഫീസുകളിലാണ് നിയമനം. തസ്തിക: എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്. ഒഴിവുകൾ 20. വിദ്യാഭ്യാസ യോഗ്യത: കൊമേഴ്സിൽ ബിരുദം. പ്രവൃത്തി പരിചയം: 3 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. കോഴ്സിന്റെ ഭാഗമായ പരിശീലനകാലം പ്രവൃത്തി പരിചയവുമായി പരിഗണിക്കില്ല. ശമ്പളം
7ാം ശമ്പള കമ്മീഷൻ പ്രകാരം പേ ലെവൽ 4 ശമ്പള സ്കെയിൽ 25,500 തൊട്ട് 81,100 രൂപ വരെ. വാർഷിക മൊത്ത ശമ്പളം ഏകദേശം 6.51 ലക്ഷം രൂപ. ചുമതലകൾ: ഓഫീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ, ബാങ്ക് അക്കൗണ്ടുകളുടെ നടത്തിപ്പ്, വരവ് ചിലവ് രേഖകളുടെ പരിശോധന, യോഗങ്ങളുടെ അജണ്ടയും മിൻസും തയ്യാറാക്കൽ, വിവിധ റിപ്പോർട്ടുകൾ തയ്യാറാക്കി ആസ്ഥാനത്തേക്ക് അയക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ഭരണപരമായ ചുമതലകൾ നിർവഹിക്കേണ്ടതാണ്. കൂടാതെ സ്ഥാപനത്തിന്റെ നിർദ്ദേശപ്രകാരം മറ്റ് ഔദ്യോഗിക ചുമതലകളും നിർവഹിക്കേണ്ടി വരും. തിരഞ്ഞെടുപ്പ് രീതി: തിരഞ്ഞെടുപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പരീക്ഷയിൽ പ്രധാനമായും ബേസിക് അക്കൗണ്ടിംഗ്, ജനറൽ ഇംഗ്ലീഷ്, ബേസിക് മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപന ലിങ്ക് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 12.